ഹലോ ചക്രികളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാം. അതായത് നരച്ച മുടി കറക്കാൻ സഹായിക്കുന്ന ഹെയർ പാക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. ഡൈ അലർജി മൂലവും അതുപോലെ തന്നെ ഡൈ ചെയ്യാൻ പറ്റാത്തവർക്കും കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു ഹെയർ ഡൈ ആയിട്ട് ഹെയർ പാക്ക് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഒരു മാസം വരെ നമ്മുടെ മുടിയിൽ നല്ലതായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത് ചെയ്യേണ്ടതായിട്ട് രീതിയിൽ നമ്മൾ ചെയ്യണം, എന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിടുന്ന ആ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും ഒക്കെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ വേറെ കെമിക്കലും കാര്യങ്ങളും ഒന്നും അല്ല ഇതിനകത്ത് പറയുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, റീബോണ്ട് ചെയ്തവരും സ്ട്രെയിറ്റൻ ചെയ്തവരും സ്മൂത്തനിങ് ചെയ്തവരും ഒക്കെ എന്നോട് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പറ്റുമോ എന്ന്. നിങ്ങൾക്ക് പറ്റത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം നിങ്ങളുടെ മുടി ഓൾറെഡി ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു സ്മൂത്തായിട്ടൊക്കെ കിടക്കുമല്ലേ. അപ്പോൾ അതിലോട്ട് നമ്മൾ വേറെ എന്ത് ചെയ്താലും കെമിക്കൽ ഡൈ പോലും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ കെമിക്കൽ ഡൈ പിന്നെയും പിടിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ ഈ നാച്ചുറൽ സാധനങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ ആ ഒരു സ്മൂത്തനിങ് ചെയ്ത ഹെയറിലോ റിബോണ്ടിങ് ചെയ്ത ഹെയറിലോ ഒന്നും പിടിക്കത്തില്ല. അപ്പോൾ ചിലവർ പറയുന്നുണ്ട് സ്മൂത്തനിങ് ഒക്കെ ചെയ്ത ഹെയർ പൊട്ടി പോവാണ്, ഒരുപാട് പൊഴിച്ചിലുണ്ടാകുന്നു. പൊഴിയും, സ്വാഭാവികമാണ്. കാരണം കെമിക്കലല്ലേ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് പാർലറിലാണോ പോയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള നല്ലൊരു പാർലറിൽ പോവുക. അവിടെ നിങ്ങൾ പ്രോട്ടീൻ സ്പാ ചെയ്ത് പോവുക. 2 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ പ്രോട്ടീൻ സ്പാ ചെയ്യുക. നമ്മുടെ ആ ഒരു ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു പൊട്ടിപ്പോകുന്നതും ഇതൊക്കെ കുറച്ച് കുറയത്തുള്ളൂ. എന്ത് ചെയ്താലും പ്രൊട്ടക്റ്റ് ചെയ്ത് പോകണം, അപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ നരച്ച മുടി, എത്ര പ്രായമായവർക്കും നരച്ച മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വേണം വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. എന്നാൽ എല്ലാവരും ഒന്ന് ഓടി വന്നേ. അപ്പം നമ്മുടെ മുടി നരയൊക്കെ കുറഞ്ഞു കിട്ടാനായിട്ടും എത്ര വെളുത്ത മുടിയും കറക്കാനായിട്ടും ഹെയർ ഫോൾസ്, ഡാൻഡ്രഫ്, സ്പ്ലിറ്റ് ആൻഡ് ഹെയർ ഇതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാനായിട്ടും ഒരു പ്രോട്ടീൻ കെയർ ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഹെയർ പാക്കായിട്ടും മുടി തരക്കിൽ തടയാനായിട്ടും എത്ര വെളുത്ത മുടിയും കറക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ മുടി ആദ്യ യൂസിൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കളർ കിട്ടും. ഇത് അതിനുശേഷം നിങ്ങളൊരു കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടി കറുപ്പാകുന്നതായിരിക്കും കേട്ടോ. അതിനായിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് കറ്റാർവാഴയാണ്. 2 കറ്റാർവാഴയുടെ എടുത്തിട്ട് തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കറയെല്ലാം കളയാനായിട്ട്. പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും നല്ല വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചു നല്ലവണ്ണം കറ കളഞ്ഞെടുക്കണം കേട്ടോ. നമ്മുടെ ഫേസിലാണെങ്കിലും തലയിലാണെങ്കിലും ഒക്കെ തേക്കുമ്പോൾ നല്ലവണ്ണം കറ കളഞ്ഞിട്ടെടുക്കുക. ഇത് ചിലർക്ക് അലർജി ഉണ്ടാക്കും, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ മുടി വളർച്ചയ്ക്കും നമ്മുടെ മുടി ഷൈനിങ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് സിൽക്കി ആയിട്ട് കിടക്കാനായിട്ടും ഒത്തിരി നല്ലതാണ് നമ്മുടെ കറ്റാർവാഴ ജെല്ല്. അപ്പോൾ എണ്ണ കാച്ചുന്നതിന് നമ്മൾ ഇടുന്നുണ്ട്, നമ്മുടെ മുടിയുടെ കാര്യത്തിന് ഇടുന്നുണ്ട്, സ്കിന്നിൻ്റെ മുഖത്ത് തേക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഉപകാരപ്രദമായ ഒന്നാണ് കറ്റാർവാഴ. അതുപോലെ തന്നെ കറിവേപ്പില നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. കറിവേപ്പില കൊണ്ട് വെറുതെ പായ്ക്കിട്ടാലും നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പം ഒരു 2 കറ്റാർവാഴയുടെ പീസും അതുപോലെ തന്നെ ഒരു 1.5 കൈപ്പിടിയോളം നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് നരച്ച് പേസ്റ്റായിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് 1 കപ്പ് വെള്ളം അടുപ്പിൽ വെച്ചിട്ട് ഒരു 3-4 ടീസ്പൂണോളം നമ്മുടെ തേയിലപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം കട്ടിപ്പിച്ച് കറുത്ത കളറായിട്ട് കട്ടൻ ചായ അനത്തുക. കട്ടൻ ചായ നമ്മുടെ മുടിയിലെ ആ ഒരു തേയിലപ്പൊടി നമ്മുടെ മുടിയിലെ കളർ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. മുടിക്ക് സ്വാഭാവിക നിറം തിരിച്ചു കിട്ടാനായിട്ട് സഹായിക്കുന്നു. വെളുത്ത മുടികൾ കുറഞ്ഞു വരാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണമുണ്ട് നമ്മുടെ തേയിലപ്പൊടിക്ക്. അതിൻ്റെ കൂടെ ഞാനൊരു ബ്രൂ കോഫിയുടെ ഒരു സാഷ പാക്കറ്റോട് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് കളർ കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് കാപ്പിപ്പൊടി. അപ്പോൾ നല്ല നാടൻ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ബ്രൂ കോഫിയുടെ 2 രൂപയുടെ സാഷ പാക്കറ്റാണ് ഇടുന്നത്. മിക്കവാറും വെളിയിലുള്ള ആൾക്കാർക്കൊക്കെ അത് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് കോഫി പൗഡർ നിങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ട് നല്ലവണ്ണം കടുപ്പത്തിൽ കളറെല്ലാം ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് അത് അരിച്ചൊഴിക്കാം കേട്ടോ. ഇനിയും നമുക്ക് പിന്നെ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ചൂടോടുകൂടി ഒരിക്കലും നമ്മൾ ഒഴിക്കരുത്, തണുക്കാൻ മാറ്റി വെക്കുക. അറിയാൻ മേലാത്തവരോടാണ് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
അതായത് കറ്റാർ വാഴയും കറിവേപ്പിലയും കൂടെ അരച്ചത്. ഇനിയും നമുക്ക് വേണ്ടത് നമ്മുടെ ഹെന്ന പൗഡറാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഹിമാലയയുടെ ഹെന്ന പൗഡർ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ബെഞ്ചാരാസിൻ്റെയോ ഷനാസിൻ്റെയോ ഒക്കെ ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡർ മാത്രം എടുക്കുക. അപ്പോൾ ഈ ഒരു ഹെന്ന പൗഡറിൽ ഒരുപാട് സാധനം, നെല്ലിക്ക മുതൽ കുറേ സാധനങ്ങൾ, മുടി കറക്കാനായിട്ടും മുടിക്ക് ഗ്രോത്ത് കൂടാനായിട്ടും മുടി പൊഴിച്ചിലിനും താരനും എല്ലാമുള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ടും ഇങ്ങനെയുള്ള ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ 100 ഗ്രാമിന് ഒരു പാക്കറ്റാണ് ഞാൻ മൊത്തം എടുത്തിട്ടുണ്ട്. എൻ്റെ തലയിൽ തേക്കാൻ അനുസരിച്ചുള്ള, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ അരച്ച കൂട്ടിനകത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നല്ല രീതിയിൽ മുടിക്ക് കളർ കിട്ടാൻ സഹായിക്കുന്ന ഒരു മിക്സാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുടിക്ക് എല്ലാ ഗുണവും, നല്ലൊരു പ്രോട്ടീൻ കെയർ ആയിട്ട് നമുക്ക് ചെയ്യാം. മാസത്തിൽ ഒരു തവണ, ഒരു നര പോലും ഇല്ലാത്തവർക്കും ഇത് ചെയ്തു പോകാം. നരയുള്ളവർക്ക് ചെയ്തു പോയാൽ നല്ല കളറും കിട്ടും. അപ്പോൾ നമുക്കിനി കട്ടൻ ചായ, ആ ഒരു കട്ടൻ ചായയും കടുങ്കാപ്പിയും കൂടെ ഉള്ള മിക്സ് കൂട്ടി നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. കാരണം ഒരുപാട് വെള്ളം കൂടി പോകരുത്. നിങ്ങൾക്കറിയാമല്ലോ ഹെന്ന മിക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേർക്ക് അറിയാം. അറിയാത്തവർക്കായിട്ട് പറയുകയാണ്. നല്ല രീതിയിൽ, അതായത് ഒരുപാട് വെള്ളം കൂടാതെ ഒരു തിക്കായിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ കുഴച്ച് വെക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇനി കുഴച്ച് വെച്ചതിന് ശേഷം ഒരു ഇരുമ്പ് ചീനിച്ചട്ടിലായിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി ഇല്ലാത്തവർക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടിലോട്ട് മാറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ തലേദിവസം മിക്സ് ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഒരു ഹെന്ന മിക്സ് നല്ല രീതിയിൽ കറുത്ത് വന്നിരിക്കും. ഇതാണ് നമുക്ക് ആവശ്യം. ഇരുമ്പിൻ്റെ കണ്ടൻ്റ് കൂടെ ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചീനിച്ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സാധാരണ ഒരു ചീനിച്ചട്ടി എടുത്ത് വെക്കുക. അതിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചീനിച്ചട്ടി ഒന്നുമില്ല, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് തുരുമ്പിച്ച കുറേ ആണികൾ, അതായത് നമ്മൾ പുതിയ ആണിയല്ല വേണ്ടത്, നമുക്ക് തുരുമ്പായത്, ആ ഒരു തുരുമ്പൊക്കെ പിടിച്ച ആണി ഉണ്ടല്ലോ, അതൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു കൂട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് എല്ലാ ഭാഗത്തോട്ടും ഒരു നിരത്തി ഇട്ട് കൊടുക്കുക. ഒന്നിച്ച് കൂട്ടിയിടരുത്, നിരത്തി ഇട്ട് കൊടുക്കുക. കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല, നിരത്തി ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പിന്നെ അതുപോലെ തലേദിവസം അടച്ച് വെക്കുക. പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ ആ ഇരുമ്പിൻ്റെ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ കറുപ്പ് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കറുത്ത് കിട്ടും കേട്ടോ. അതുപോലെ നമ്മുടെ ഹെന്ന മിക്സ് നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഹെന്നയുടെ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തലേദിവസം മിക്സ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. അപ്പം ഇരുമ്പ് ചീനിച്ചട്ടി ഇല്ലാത്തവർ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളെന്താണ്, ഷാമ്പൂ ചെയ്ത ഹെയറിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ഒരു തുള്ളി പോലും എണ്ണ കാണരുത്. വെളുത്ത മുടിയൊക്കെ ഉള്ളവർ ഷാമ്പൂ നന്നായിട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഫുൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ആദ്യത്തെ തവണ നിങ്ങളൊരു 2-2.5 മണിക്കൂറെങ്കിലും വെക്കണം. ഒരു ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഷിമ്മി കവറെങ്കിലും പൊതിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മുടി പിടിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിരിക്കും ഫസ്റ്റ് ടൈം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, നരച്ച മുടി ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ നല്ല സിൽക്കി ആയിട്ട് തന്നെ മുടി കിടക്കും. കാരണം കറ്റാർ വാഴയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടും. എഗ് വൈറ്റും കൂടെ ഞാൻ ചേർത്തിരുന്നു കേട്ടോ, എനിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, എഗ്ഗ് ഫുള്ളായിട്ടും ചേർക്കാം. അപ്പോൾ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ളൊരു ഹെയറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നരച്ച മുടി ഇല്ലാത്തവർക്ക്, ഇനി നരച്ച മുടി ഉള്ളവർ എന്താണ് ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പം പിന്നെ ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ചെയ്യാം. അന്ന് ചെയ്ത് അത് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇൻഡിഗോ പൗഡർ, ഈ മിക്കവാറും പേർക്ക് ഇൻഡിഗോ പൗഡർ നല്ലത് കിട്ടുന്നില്ലെന്ന് പരാതി പറയുന്നുണ്ട്. അതെന്താണെന്ന് പറയും, നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡർ തന്നെ വാങ്ങിച്ചാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. പച്ചമരുന്നുകൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അങ്ങാടിക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും, നല്ല ഇൻഡിഗോ പൗഡറും കിട്ടും, അവിടെ നല്ല ഹെന്ന പൗഡറും കിട്ടും. അപ്പോൾ നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിനകത്തേക്ക് ഒരു ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്യുക. അപ്പോൾ ചിലവർ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്തിട്ട് കുറേ നേരം വെക്കാവോ, വെച്ച് കഴിഞ്ഞ ശേഷമാണ് ഇടേണ്ടത്. എന്നാൽ ഒരിക്കലുമല്ല, തെറ്റായ ഒരു രീതിയാണ്. അന്നേരം നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ അപ്പം തന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യത്തെ തവണ ആ ഒരു ഹെന്ന പാക്ക് ഇട്ട് 2 മണിക്കൂർ ഇരിക്കുക. അതിനുശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. നമ്മൾ ഷാമ്പൂ ചെയ്ത ഹെയറിലാണ് തേക്കേണ്ടത്. പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം നല്ലപോലെ മുടി ഉണങ്ങിയിട്ട് വേണം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, ആ ഡ്രൈ ഹെയറിലായിട്ട് തന്നെ. അപ്പോൾ ഇൻഡിഗോ പൗഡർ കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവും. ഒന്നും കൂടെ അത് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമുക്ക് കറുപ്പ് കിട്ടും, നല്ല രീതിയിൽ കറുത്ത മുടിയായിരിക്കും. 1 മാസം വരെ നമ്മുടെ നിന്ന് പോകത്തുമില്ല. അതിനുശേഷം വീണ്ടും നിങ്ങൾ 2 മണിക്കൂർ ഇരിക്കുക. ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കുക. ക്യാപ്പ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ പിടിക്കുന്നത്. പിന്നെ 2 മണിക്കൂറിന്
മണിക്കൂറിന് ശേഷം നിങ്ങൾ പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യുക. അപ്പം ആ ഒരു മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ട് മാറിക്കിടക്കുന്നത് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി സോഫ്റ്റ് ആവും. രണ്ടാമത്തെ ഇൻഡിഗോ പൗഡർ ഇടുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവും. ആദ്യത്തെ തവണ നമ്മൾ കറ്റാർ വാഴയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. പക്ഷേ പിന്നെ വാഷ് ചെയ്തിട്ട് നമ്മൾ ഇത് ഇടുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവും. ഇൻഡിഗോ പൗഡർ കുറച്ച് ഡ്രൈ ആവും മുടി. അപ്പം നമ്മൾ 2 മണിക്കൂറിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഓയിൽ ഒന്ന് തടവി കൊടുത്താൽ മതി. നമുക്ക് പലതരം ഓയിലുണ്ടല്ലോ, പിന്നെ സിറം പോലൊക്കെ തേക്കുന്നത്, അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല മുടി കറുപ്പായിട്ട് എടുക്കും. 1 മാസം വരെ നമ്മുടെ മുടിയിൽ നിന്ന് പോകത്തില്ല. പിറ്റത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും മെനക്കേടില്ല. 1 മണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്നാൽ മാത്രം മതി. കാരണം ഓൾറെഡി നമ്മുടെ മുടിയിൽ കുറച്ച് കളറ് കാണും. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കൊരു ഇൻഡിഗോ പൗഡർ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ലൊരു റിസൾട്ടാണ്. അപ്പം നമ്മുടെ ആ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന കണ്ടല്ലോ, കറ്റാർ വാഴ, നമ്മുടെ എന്താ പറയുക കറിവേപ്പില, ഇതൊക്കെ ചേർത്താണ് ഹെന്ന പൗഡർ, ഇതൊക്കെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറ്റാർ വാഴ നമ്മൾ ഇടുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ മുടി നല്ല ഷൈനിങ് ആയിട്ടും സ്മൂത്തായിട്ടും നമ്മുടെ മുടി നല്ല പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഒക്കെയാണ് നമ്മൾ കറ്റാർ വാഴ ഇടുന്നത്. അപ്പം മിക്കവർക്കും ഹെന്നയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മുടി ഡ്രൈ ഒക്കെ ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണേൽ മുട്ട ചേർക്കാം, എഗ്ഗ് ഫുള്ളായിട്ടും ചേർക്കാം, എഗ്ഗ് വൈറ്റ് ചേർക്കാം, ഇങ്ങനെയൊക്കെ നമുക്ക് ചേർക്കാം. പക്ഷേ ചേർക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ അന്ന് ചേർക്കരുത്. പിറ്റേ ദിവസം നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യുന്ന നേരത്ത് മാത്രമേ ചേർക്കാവുള്ളൂ. കറ്റാർവാഴയുടെ ജെല്ല് പിന്നെ നമുക്ക് തലേദിവസം തന്നെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് നമുക്ക് ആ ഒരു എന്താ പറയുക മിക്സിൻ്റെ കൂടെ, ആ ഹെന്ന മിക്സിൻ്റെ കൂടെ ആയി കിട്ടും. അപ്പോൾ നല്ലവണ്ണം മുടിയിൽ നല്ല കളർ പിടിക്കും. ആദ്യം ഒരു ഡാർക്ക് ബ്രൗൺ ഒരു ഡാർക്ക് കളറായിട്ട് കിട്ടുന്നത്, അതൊരു റെഡ് കളർ ഒരിക്കലും വരത്തില്ല, ഒരു ഗോൾഡൻ ഡാർക്ക് കളർ പോലെയൊക്കെ വരും. അതിനുശേഷം നമ്മൾ മുടി കറുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇൻഡിഗോ പൗഡർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടി ഒന്നുകൂടെ കറക്കുന്നത്. അപ്പോൾ ഇതെല്ലാ സംഭവങ്ങളും തന്നെ നമ്മുടെ മുടിക്ക് നല്ല വളർച്ചയ്ക്കും മുടി പൊട്ടലിനും മുടി പൊഴിഞ്ഞു പോകുന്നതിനും എല്ലാം നമുക്ക് ഒരു ഹെയർ പാക്ക്, പ്രോട്ടീൻസ് പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ വെളുത്ത മുടി കറുപ്പിക്കാനും സഹായിക്കുന്നു. നിങ്ങൾക്ക് ഇൻഡിഗോ പൗഡർ അലർജി ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് പേരുണ്ട് പറഞ്ഞു. ഇൻഡിഗോ പൗഡർ അലർജി ഉള്ളവർ അവിടെ സ്കിപ്പ് ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കേണ്ട. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഹെന്ന ഉപയോഗിക്കുക. ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഇരിക്കുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കറുപ്പിക്കണമെങ്കിൽ ഇൻഡിഗോ പൗഡറേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കെമിക്കലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ നാച്ചുറൽ സാധനങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് വേറെ യാതൊരു ദൂഷ്യഫലങ്ങളും ഇല്ല. ഇങ്ങനെയൊക്കെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മുടി എന്താണ്, ഒരുപാട് വെളുത്ത മുടി ഇല്ലാതെ കുറഞ്ഞു വരും. നമ്മൾ ആദ്യമേ ഒരു വെളുത്ത മുടിയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഹെയർ പാക്കുകളൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നരമുടി കുറഞ്ഞിരിക്കും. അതെല്ലാവരും ഓർക്കുക. അപ്പോൾ എന്താണ്, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.